ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സഹായത്താൽ നടക്കുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഇൻറ്റേർണൽ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി പ്രോഗ്രാംസ്. AAC 7E നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും നേരം നമ്മൾ ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞ ലാബിൻ്റെ ഒരു സേഫ്റ്റി പ്രോഗ്രാമിനെ കുറിച്ചാണ്. സോ ദ ലബോറട്ടറി സേഫ്റ്റി പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് എന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു ഡോക്യുമെൻറ്റേഷനെ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ലാബിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു സേഫ്റ്റി പ്രോഗ്രാം മാനുവൽ ഉണ്ടാകണം. അവിടുത്തെ എക്യുപ്മെൻസും മനുഷ്യരും അത് ഇൻഫെക്ഷൻ സംഭവിക്കാതിരിക്കുന്നതിനും അതിൽ ഡാമേജ് വരാതിരിക്കാനും നമുക്ക് തകരാറുകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉള്ള കൃത്യമായ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പം അത്തരത്തിൽ നമ്മുടെ ലാബിൽ ഉണ്ടാകേണ്ടുന്ന ഈ ഒരു സേഫ്റ്റി പ്രോഗ്രാമിനെ കുറിച്ചാണ് AAC 7E ഡിസ്കസ് ചെയ്യുന്ന. കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിലാണ് ഇനി അങ്ങോട്ടുള്ള 3 എണ്ണവും കമ്മിറ്റ്മെൻ്റാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ളത്. സോ ഒരു അച്ചീവ്മെൻറ്റും ഒരു എക്സലൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ സേഫ്റ്റി പ്രോഗ്രാമിനകത്ത് സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് അക്സസറീസ്, അതിൻ്റെ ഡിസിൻഫെക്ഷനും കൂടെ നമ്മളതിൽ മാനേജ് ചെയ്തിരിക്കണം. നമുക്ക് ലബോറട്ടറിയിലെ സേഫ്റ്റി പ്രോഗ്രാമിനകത്ത് ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ എൻ്റയർ ഹോസ്പിറ്റലിൻ്റെ സേഫ്റ്റി പ്രോഗ്രാം പ്ലാനിങ്ങിനകത്ത് പാർട്ടായിരിക്കണം. നമ്മുടെ ലാബിൻ്റെ സേഫ്റ്റി പ്രോഗ്രാം നമ്മുടെ എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ വർക്ക് ചെയ്യുന്ന മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും ഡാമേജ് വരാതിരിക്കാനുമുള്ള കൃത്യമായ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാകണം എന്നതാണ് AAC 7E എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.